ഓർമ്മ വെച്ച നാൾ മുതല് മേഘന്റെ പെണ്ണാണ് ഞാനെന്ന് അമ്മ പറയുമായിരുന്നു. അങ്ങനെയാ ഞാൻ അവനെ സ്നേഹിച്ചത്. എന്നിട്ട് എന്റെ കല്യാണത്തിന് മുമ്പ് തന്നെ അവൻ പല പെൺകുട്ടികളുമായിട്ട് ബന്ധം കൂടി. അതിലവനൊരു കുഞ്ഞ് ജനിച്ചതിന് ശേഷമാ എന്റെ കഴുത്തിൽ താലി കെട്ടിയത്. ഈ സത്യമൊക്കെ അറിഞ്ഞതിന് ശേഷം അമ്മ എന്താ ചെയ്തത്? എന്റെ കൂടെ നിൽക്കാതെ അവനെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയല്ലേ ചെയ്തത്? അത് മാത്രമാണോ മേഘൻ എന്നോട് കാട്ടിയ കൊടും വഞ്ചനയ്ക്ക് അതേ നാണയത്തിൽ ഞാൻ പകരം വീട്ടിയപ്പോ അതിനെ ന്യായീകരിക്കാതെ സാഗരേട്ടനെ കൊല്ലണമെന്നല്ലേ അമ്മ പറഞ്ഞത്? ആ സമയത്ത് എപ്പോഴെങ്കിലും മേഘനെ തള്ളി പറയാൻ അമ്മ ശ്രമിച്ചോ? അവൻ ചെയ്തത് തെറ്റാണെന്ന് അവന്റെ മുഖത്ത് നോക്കി പറയാനുള്ള ധൈര്യം അമ്മ കാണിച്ചോ? മോളെ, അന്നൊക്കെ ഞാൻ അവനെ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. കുറ്റപ്പെടുത്തി? സാഗരേട്ടനെ എന്നെയും തമ്മിൽ വേർപെടുത്തിയിട്ട് വീണ്ടും അവനുമായി ഒന്നിപ്പിക്കാനാ നിങ്ങൾ എല്ലാരും കൂടെ ശ്രമിച്ചത്. അതൊക്കെ പോട്ടെ. പിന്നീട് ഇവൾ അമ്മയാവാൻ പോകുന്നെന്ന് ഞങ്ങൾ വെറുതെ പറഞ്ഞതാ. പക്ഷെ അതിനുശേഷം അമ്മ എന്താ ചെയ്തത്? സ്നേഹത്തോടെ ഇവളെ വീട്ടിൽ വിളിച്ച് വരുത്തിയിട്ട് ഇവക്ക് കൊടുത്ത ജ്യൂസില് അമ്മ വിഷം കലർത്തിയില്ലേ? എന്നിട്ട് അതും ഏട്ടത്തിയുടെ തലയിൽ കെട്ടിവെക്കാൻ ശ്രമിച്ചു. ഇപ്പോ അച്ഛന്റെ കൊലപാതകത്തെ പറ്റി അറിഞ്ഞതിന് ശേഷം കണ്ണീരുമായിട്ട് എല്ലാവരുടെ മുമ്പിൽ നിൽക്കുകയാണല്ലോ എന്റെ അമ്മ. ഇനിയെങ്കിലും സത്യം പറയോ? അന്ന് എന്റെ കുഞ്ഞിനെ കളയണമെന്നല്ലേ അമ്മ ആഗ്രഹിച്ചത്? എന്താ അമ്മയൊന്നും മിണ്ടാത്തെ? ശരിയാ മോളെ, അന്ന് അങ്ങനെ ഒരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അതിനുവേണ്ടി ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്. അമ്പലനടയിൽ വെച്ച് ഇപ്പോഴെങ്കിലും സത്യം സമ്മതിച്ചല്ലോ. ദേ, ഒരു കാര്യം ഞാൻ പറയുവാ. എന്റെ വീട്ടുപടിക്കൽ പോലും അമ്മ വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. മോളെ, കണ്ണേട്ടനോട് ഞാനും സാഗരേട്ടനും ഒരുപാട് തവണ പറഞ്ഞതാ, അമ്മയുടെ സ്നേഹം ഒരിക്കലും വിശ്വസിക്കരുത്, അമ്മയ്ക്ക് ഒരിക്കലും മാറാൻ കഴിയില്ലെന്ന്. സ്നേഹം കാട്ടിയിട്ട് ഇപ്പൊ കണ്ണേട്ടന് ഇഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ അമ്മ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. കണ്ണേട്ടൻ അതൊക്കെ ഒരു സംശയവും കൂടാതെ കഴിക്കുന്നുമുണ്ട്. പക്ഷേ അമ്മയുടെ മനസ്സ് എപ്പോഴാ മാറുന്നേന്ന് പറയാൻ പറ്റില്ല. അയ്യോ, കണ്ണേട്ടൻ അമ്മയെ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്ന സമയത്തായിരിക്കും അമ്മ ഭക്ഷണത്തിൽ വിഷം കലർത്തുന്നത്. മഞ്ജു, കണ്ണേട്ടനെ കൊല്ലാൻ. ഇവള് പറഞ്ഞത് 100% സത്യമാണ്. ഇവളുടെ അനുഭവത്തിൽ നിന്നാ ഇവളിപ്പോ സംസാരിക്കുന്നത്. നിങ്ങളൊക്കെ അങ്ങനെയാണ് വിശ്വസിക്കുന്നതെങ്കിൽ നിങ്ങൾ എനിക്ക് തിരുത്താൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം മോളും മോനും ഓർത്തോ, കരുണയുമായിട്ട് ഉണ്ണി ബന്ധം തുടരുന്നത് പോലും എനിക്കിഷ്ടമല്ല. അതുപോലെ തന്നെ വാമദേവനെ മാത്രമല്ല, അവന്റെ ഭാര്യയും മക്കളെയും ഞാൻ എന്റെ ജീവിതത്തിൽ നിന്ന് അറുത്തു മാറ്റി കഴിഞ്ഞു. ഇനി അവരുമായിട്ട് എനിക്ക് ഒരു ബന്ധവുമില്ല. ഞാനും സാഗരേട്ടനൊക്കെ ഞങ്ങൾക്കുണ്ടായ തിരിച്ചടിക്ക് ശേഷം കണ്ണേട്ടന്റെ ലക്ഷ്മിയടത്തിയുടെ ഒപ്പം നിന്നവരാ. അവരാ ശരി, അവർക്കാ നന്മയുള്ളത്. അവരെ കൊല്ലാൻ ആര് ശ്രമിച്ചാലും അവർക്കൊന്നും പറ്റില്ല. അതിന് ശ്രമിക്കുന്നവർക്കേ ആപത്തുണ്ടാവും. എന്റെ അച്ഛന്റെയും കണ്ണേട്ടന്റെയും ഉപദേശം കേട്ടല്ല ഉണ്ണിയേട്ടൻ വളർന്നത്. എന്നും അമ്മയും അമ്മാവനും പറയുന്നത് മാത്രമേ അയാൾ കേട്ടിട്ടുള്ളൂ. അങ്ങനെയുള്ള ഉണ്ണിയേട്ടന് അയാൾ ആഗ്രഹിക്കുന്നതൊക്കെ കിട്ടാതെ മനസമാധാനം ഉണ്ടാവില്ല. അമ്മയും ആ രീതിയിലൊക്കെ തന്നെയാ ചിന്തിക്കുന്നത്. പിന്നെ ഇപ്പൊ മറ്റു മാർഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാവരുടെയും മുന്നിൽ സിമ്പതി പിടിച്ച് പറ്റാനായിട്ട് അഭിനയിക്കുക. ജയിലിൽ കിടക്കുന്നവര് പുറത്തിറങ്ങിയ വീണ്ടും പഴയതൊക്കെ ആവർത്തിക്കും. ഇനി മരണം വരെ അമ്മയുടെ സ്വഭാവത്തിന് ഒരു മാറ്റവും ഉണ്ടാവില്ല.